ഹായ് വെൽക്കം ബാക്ക് ടു എക്സൽ സ്കിൽ കോർണർ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹൗ ടു അവോയ്ഡ് ഗെറ്റ് പ്യൂർ ടേബിൾ ഫോർമുല ഫ്രം ദി പ്യൂർ ടേബിൾ. പലപ്പോഴും പ്യൂർ ടേബിൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തുമ്പോൾ അല്ലെങ്കിൽ ഡാറ്റ എടുക്കുമ്പോൾ നമുക്ക് ഫോർമുല എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് ഒരുപാട് ഡിഫിക്കൽട്ടീസ് വരാറുണ്ട്. ആ ഡിഫിക്കൽട്ടീസ് എങ്ങനെ നമുക്ക് അവോയ്ഡ് ചെയ്യാം? ഫോർ എക്സാമ്പിൾ ഞാനൊരു പ്യൂർ ടേബിൾ എടുക്കുകയാണ് നമ്മുടെ ഡാറ്റയിൽ നിന്ന്. പ്യൂർ ടേബിൾ പുതിയ വർഷീറ്റിലേക്ക് പ്യൂർ ടേബിൾ എടുത്തു. അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു ടാർഗറ്റ് ക്രിയേഷൻ ആണ്. ദാറ്റ് മീൻസ് നമുക്ക് എക്സിസ്റ്റിംഗ് ഇയറിൽ പ്രൊഡക്റ്റിൻ്റെ ടോട്ടൽ ക്വാണ്ടിറ്റി എടുത്തു. റിപ്പോർട്ട് വൈസ് നമുക്ക് വാല്യൂസ് ഇട്ടു. ഇനി എനിക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. നെക്സ്റ്റ് ഇയറിലേക്ക് ടാർഗറ്റ് ഫിക്സ് ചെയ്യണം. ടാർഗറ്റ് ഫിക്സ് ചെയ്യുമ്പോൾ നമ്മൾ കറണ്ട് ഇയറിൻ്റെ എത്രയാണോ അതിൻ്റെ എത്ര പെർസെൻറ്റേജ് കൂട്ടിയിട്ടാണ്. അപ്പോൾ എനിക്ക് ടാർഗറ്റ് വേണ്ടത് 15% ആണ് എക്സിസ്റ്റിംഗ് പ്രൊഡക്റ്റിൻ്റെ. ഇങ്ങനെ സിനാരിയോയിൽ നമ്മൾ ഫോർമുല റൈറ്റ് ചെയ്യുന്ന സമയത്ത് ദാറ്റ് മീൻസ് നമുക്ക് ഓൾറെഡി ഉള്ള ഡാറ്റയിൽ നിന്ന് ഫോർമുല റൈറ്റ് ചെയ്യാം. ഇവിടെ പ്യൂർ ടേബിൾ റിപ്പോർട്ട് എടുത്തിട്ട് നമുക്ക് ഫോർമുല റൈറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫേസ് ചെയ്യുന്ന ഒന്ന് രണ്ട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. എക്സാമ്പിൾ ഇപ്പോൾ നമുക്ക് കാണാം സ്ക്രീനിൽ. ഇപ്പോൾ ഞാൻ 15% ഇട്ടു. ഇപ്പോൾ ഞാൻ ഫോർമുല റൈറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർമുല റൈറ്റ് ചെയ്യുമ്പോൾ ഞാൻ എമൗണ്ട് നിന്നിട്ട് പ്ലസ് 15% ആഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫോർമുലയിൽ പറഞ്ഞാൽ നമുക്ക് റൈറ്റിങ്സ് ഗെറ്റ് പ്യൂർ ഡാറ്റ ക്വാണ്ടിറ്റി എന്നിട്ട് കാണിക്കുന്നത്. ഇവിടെ നമുക്ക് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ഫിഗർ നോക്കുമ്പോൾ സെയിം ഫിഗർ ആയിരിക്കും കിട്ടുക. ഇത് ആക്ച്വലി മിസ്റ്റേക്ക് ആണ്, ഇങ്ങനെ വരാൻ പാടില്ല. ഇതിൻ്റെ റീസൺ എന്താ വെച്ചാൽ കാണാം 83 കോൺസ്റ്റൻ്റ് ആണ്, ബനാന കോൺസ്റ്റൻ്റ് ആണ്. നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്. നമുക്ക് ഫയൽ വരെ ഫയൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്ഷൻസ് പറഞ്ഞൊരു ബട്ടൺ ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിവിടെ ഫോർമുലാസ് പറഞ്ഞ ടാബ് ഉണ്ട്. അവിടെ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ വർക്കിംഗ് വിത്ത് ഫോർമുലാസ് നമ്മൾ താഴെ കാണാം യൂസ് ഗെറ്റ് പ്യൂർ ടേബിൾ എന്നിട്ട് ഈ ഓപ്ഷൻ അൺചെക്ക് ചെയ്യുക. ഓക്കെ ചെയ്തിട്ട് ഇനി നമ്മൾ ഫോർമുല റൈറ്റ് ചെയ്യുമ്പോൾ നമുക്കിവിടെ റിലേറ്റീവ് റെഫറൻസ് ആയിരിക്കും കാണിക്കുക. ഫോർ എക്സാമ്പിൾ B4 ഇൻറ്റു 15% ടൈപ്പ് ചെയ്യുക. ജസ്റ്റ് ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സാധാരണ എക്സലിൽ നമ്മൾ ഫോർമുല എഴുതുന്ന പോലെ തന്നെ ലഭിക്കും. ഇത് ഒരുപാട് ടൈം സേവിങ് ഓപ്ഷനാണ്. കാരണം 99% എക്സൽ യൂസ് ചെയ്യുന്നത് പ്യൂർ ടേബിൾ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രോബ്ലമിൽ സ്റ്റക്കായി പോകാറുണ്ട്. സോ ഒരു മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത്രയും ഒരു ഓപ്ഷൻ പഠിക്കാൻ പറ്റും. അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് കിട്ടിയ നോളജ് നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് ടൈം നമുക്ക് സേവ് ചെയ്യാൻ സാധിക്കും. ഇതുപോലെ നമുക്ക് ഇതിൽ സാധാരണ പ്യൂർ ടേബിൾ തന്നെ നമുക്ക് ടേബിൾ പോലെ തന്നെ കൺവേർട്ട് ചെയ്യാം. നമുക്ക് നെയിംസ് ഒക്കെ ചേഞ്ച് ചെയ്യാം, വെഡിങ് നെയിം ഒക്കെ ചേഞ്ച് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ടോപ്പിക് എല്ലാം ചേഞ്ച് കഴിഞ്ഞാൽ സാധാരണ എക്സൽ ഫയൽ പോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. സോ ഇത് നന്നായി പ്രാക്ടീസ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്, ബൈ, സി യു. അതുപോലെ കൂടുതൽ എക്സലിൽ മൈക്രോസോഫ്റ്റ് എക്സലിൽ MS പവർ പോയിന്റിലൊക്കെ കൂടുതൽ ഡീറ്റെയിൽസ് പഠിക്കാനായിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മലയാളത്തിൽ കോഴ്സിൽ റൺ ചെയ്യുന്നുണ്ട്. 5 കോഴ്സ് റൺ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് എൻറോൾ ചെയ്യാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്, ബൈ, സി യു.